ഒരു പ്രത്യേകത എന്താണെന്ന് അറിയോ സിദ്ധുവേട്ടന്? എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോ എവിടെന്നെങ്കിലും അപ്രതീക്ഷിതമായിട്ട് സഹായം കിട്ടും. ദൈവാനുഗ്രഹമുള്ള ആളാ ഞാനെന്ന് കുട്ടിക്കാലം മുതലേ അപ്പച്ചി പറയുമായിരുന്നു. ആ അപ്പച്ചിയാ വരാൻ പോകുന്നെ, അതും എനിക്ക് വേണ്ടി. മനസ്സിലായില്ല. ഇന്ദ്രാണി അപ്പച്ചിന്ന് കേട്ടിട്ടുണ്ടോ സിദ്ധുവേട്ടൻ? എന്റെ ഏറ്റവും പ്രിയപ്പെട്ട അപ്പച്ചി അത്. അപ്പച്ചിയാണ് വരാൻ പോകുന്നത്. എന്തിന്? അത് വന്നിട്ട് പറയാം. അതല്ലേ ശരി. വരട്ടെ സിദ്ധു. ആര് വന്നാലും നമുക്കെന്താ, ഈ വീട്ടിൽ എത്ര പേർക്ക് വേണമെങ്കിലും താമസിക്കാലോ. താമസിക്കുകയൊക്കെ ചെയ്യാം, എന്നിട്ട് ഒടുക്കം ഇവിടുത്തെ സ്വസ്ഥത പോകരുത്. എനിക്ക് അത്രയേ ഉള്ളൂ. ഓ, അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര സ്വസ്ഥതയാ. ആ, അച്ഛന്റെ അനുവാദം വാങ്ങാതെ ആരെയും ഇവിടെ താമസിക്കാൻ പാടില്ലെന്ന എന്റെ അഭിപ്രായം. ഞാനല്ല, സിദ്ധു പറയട്ടെ. സിദ്ധു ആ തീരുമാനമെടുക്കേണ്ടത്. സിദ്ധുവേട്ടന് എതിർപ്പൊന്നും ഉണ്ടാവില്ല അല്ലേ ചേച്ചിമ്മേ? ആ, എതിർപ്പുണ്ടെങ്കിലും ആ ഒരു എതിർപ്പങ്ങ് മൂലക്കിരിക്കത്തേ ഉള്ളൂ. നീ എന്നോട് ചോദിച്ചല്ലോ, ആ അത് മതി. പഴയ കാലമൊന്നുമല്ല മോളെ, ഇപ്പൊ സ്ത്രീകൾക്കാ കുടുംബത്തിൽ സ്ഥാനം. അങ്ങനെ നോക്കുമ്പം ഞാനാ ഈ വീട്ടിലെ കുടുംബനാഥ. ഞാൻ പറഞ്ഞാ മതി. മതി എങ്കിൽ മതി. കാലം നല്ലതല്ല, ഇതല്ല ഇതിനപ്പുറവും നടക്കും. നീ എന്താ സിദ്ധു ഒന്നും മിണ്ടാതിരിക്കുന്നത്? വരട്ടെ അച്ഛാ, ആര് വേണമെങ്കിലും വരട്ടെ. എനിക്ക് ഒരെതിർപ്പുമില്ല. ഇങ്ങനൊരു മറുപടിയാണ് ഞാൻ ആഗ്രഹിച്ചത്. താങ്ക് യു സിദ്ധുട്ടാ. പ്രേമിച്ച് സമ്മതിച്ചിരുന്നെങ്കിലും സിദ്ധുവിന്റെ കൂടി സമ്മതം വാങ്ങണമെന്നുണ്ടായിരുന്നു എനിക്ക്. അത് ഇത്ര പെട്ടെന്ന് തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എന്തിനാ നന്ദി? അതിന്റെ ഒന്നും ആവശ്യമില്ലെന്നേ. അതെ, ഇത് ചന്ദ്രയുടെയും കൂടി വീടല്ലേ. ഇവിടെ എന്ത് തീരുമാനം എടുക്കാനും അത് നടപ്പിൽ വരുത്താനുള്ള അവകാശം ചന്ദ്രയ്ക്കുണ്ട്. അയ്യോ മതി, ഇത് കേട്ടാ മതി. എന്തു പറ്റി കുഞ്ഞളിയാ, പെട്ടെന്നൊരു മാറ്റം? മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണല്ലോ അളിയ. ബാക്കിയെല്ലാം മാറും. ആ നിയമത്തിൽ നിന്ന് എനിക്ക് മാത്രമായിട്ടൊരു മോചനമില്ല. വേണ്ടായിരുന്നു, ഞാൻ അത്രേ പറയും. നല്ല നടനാളിയൻ, എനിക്കിഷ്ടായി. അവര് മനസ്സിൽ കാണുമ്പം മാനത്ത് അല്ലേ? ഇന്ദ്രാണി അപ്പച്ചി, ഇനി അവരുടെ കുറവും കൂടിയേ ഉള്ളൂ. വരട്ടെ അളിയ, എല്ലാ തുരുമ്പുകളും ഇങ്ങ് വരട്ടെ. കാണാലോ അവരെന്താ ചെയ്യാൻ പോകുന്നതെന്ന്. അതെ, അത് തന്നെയാ വേണ്ടത്. അളിയന്റെ തീരുമാനമാണ് ശരി. നടക്കട്ടെ, എല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കട്ടെ.